കുട്ടികളെ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഫസ്റ്റ് യൂണിറ്റ് ഒറ്റയല്ലൊരു ജീവിയും. ഇത് വലിയൊരു യൂണിറ്റ് ആയതുകൊണ്ട് ഭാഗങ്ങളാക്കിയിട്ടോ നൽകിയിട്ടുള്ളത്. സോഷ്യൽ സയൻസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പീലിയുടെ ഗ്രാമം. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗവും ഹിന്ദി ഇംഗ്ലീഷും അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് വയൽ. അവിടെ എത്ര തരം ജീവികളുണ്ടാവും അല്ലേ? പലതരം ജീവികളുണ്ടാവും. മത്സ്യത്തിന് പുറമെ മറ്റു ജീവികളുടെയും ആവാസമാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മരത്തെ നിരീക്ഷിച്ച് ആഹാര ശൃംഖലാജാലം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നില്ലേ? ആരൊക്കെ മരത്തെ നിരീക്ഷിച്ചു? എന്തൊക്കെ ജീവികളുണ്ട് ആ മരത്തിൽ? പക്ഷികളുണ്ടാവും, അണ്ണാനുണ്ടാവും അല്ലേ, ഉറുമ്പുകളുണ്ടാവും, പുഴുക്കളുണ്ടാവും അല്ലേ, ഇലകളുമൊക്കെ പുൽച്ചാടി, പിന്നെ മരത്തിൻ്റെ താഴെ പൊത്തുകളുണ്ടെങ്കിൽ എലി, പാമ്പ്. ഈ ജീവികളൊക്കെ വെച്ച് ഒരു ആഹാര ശൃംഖലാജാലം ഉണ്ടാക്കാൻ അറിയില്ലേ അല്ലേ? ഇലകളൊക്കെ പുഴുക്കൾ കഴിക്കും, പുഴുക്കളെ പക്ഷികൾ കഴിക്കും, പക്ഷി കുഞ്ഞുങ്ങളെയൊക്കെ പാമ്പ് കഴിക്കൂലേ? മരത്തെ നിരീക്ഷിച്ചൊക്കെ എഴുതി തയ്യാറാക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾ എഴുതി തയ്യാറാക്കി. ഈ മരം ഒരു ആവാസമല്ലേ? ഇതുപോലെ എന്തെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്? കുളം, പൂന്തോട്ടം, മരം, ഗുഹ, മരുഭൂമി, മാളം. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ഈ പൂന്തോട്ടത്തിൽ എന്തൊക്കെ ജീവികളാണുള്ളത്? പൂമ്പാറ്റ, തുമ്പി, പുൽച്ചാടി, മരം, ഇവയൊക്കെയല്ലേ? ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങളാണ് ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തിനുള്ളത്? നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ പറയുന്നത്. നിരീക്ഷണ ഉദ്ദേശം എന്താണ്? ജീവികൾക്ക് നിലനിൽക്കാൻ അനുകൂലമായ സാഹചര്യം കണ്ടെത്തുന്നതിന്. ഓരോ ജീവികൾക്കും അതിനനുകൂലമായ ഓരോ സാഹചര്യങ്ങളാണ്. ഉദാഹരണമായിട്ട് പണ്ട് തേനീച്ച, പൂമ്പാറ്റ ഇവയൊക്കെ പൂന്തോട്ടത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? പൂക്കളുണ്ടായത് കൊണ്ടാണ്. പൂക്കളുടെ തേൻ കുടിക്കാനാണ് അല്ലേ? ചാടി വരുന്നതോ ഇലകളുണ്ടായത് കൊണ്ട്. ഇവക്കൊക്കെ വരാനും ഓരോ കാരണങ്ങളുണ്ട്. ഈ ഉദ്യാനത്തിൽ ജീവനുള്ള ഘടകങ്ങളുണ്ട്, ജീവനില്ലാത്ത ഘടകങ്ങളുണ്ട്. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ചു മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ശരിയാണല്ലേ? എന്തുകൊണ്ടാണ്? ഉദാഹരണമായിട്ട് ഒരു മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കണമെങ്കിൽ അതിന് ജീവനില്ലാത്ത ഘടകങ്ങൾ ആവശ്യമാണ്. വെള്ളം, ഓക്സിജൻ, സൂര്യപ്രകാശം ഇവയൊക്കെ ജീവനില്ലാത്ത ഘടകങ്ങളല്ലേ? ഇവയൊക്കെ ആശ്രയിച്ചാണ് ഒരു മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നത്. ഇതുപോലെ ഓരോ ജീവനുള്ള ഘടകങ്ങൾക്കും ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവിക്കാനാവൂ. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. മക്കളെ, എന്താണ് ആവാസം? ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു സ്ഥലത്തെ, ഒരു ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കുറച്ച് ആവാസങ്ങളെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പേജിൽ പറഞ്ഞില്ലേ ആവാസങ്ങൾ ഏതൊക്കെയാണ്? കുളം, മരം, ഗുഹ, കാട്, ഡെസേർട്ട്, മരുഭൂമി അല്ലേ, മലകൾ, കടൽ. ഈ മഞ്ഞ് മേഖലയൊക്കെ പെട്ടു. മഞ്ഞിൽ ജീവിക്കുന്ന ജീവികളൊക്കെ ഉണ്ട്. പെൻഗിന്, ഒരു തരം കരടികളൊക്കെ മഞ്ഞുള്ള മേഖലയാണ് ജീവിക്കുക. അടുത്തത് ആഹാര കാർഡ്. 2 ജീവികളുടെ ആഹാര കാർഡാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഒന്ന് കാക്ക, 2 ആട്. കാക്ക കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, നമ്മൾ കൊണ്ട് കളയുന്ന ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കാക്ക കൊത്തി കഴിക്കും. മൃതാവശിഷ്ടങ്ങൾ, അത് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ജീവികളൊക്കെ ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് എലിയൊക്കെ ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കൊത്തിക്കൊണ്ടുപോകും ഈ കാക്കകൾ അല്ലേ. നെക്സ്റ്റ് ആടിൻ്റെ ആഹാരം പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ. 2 ജീവികളുടെ ആഹാരത്തിൻ്റെ കാർഡ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 ജീവികളുടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്ന 2 ജീവികളുടെ ആഹാര കാർഡ് തയ്യാറാക്കുക. കൂടിയാലും കുറഞ്ഞാലും ആഹാര ശൃംഖലാജാലത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ചെടിയെ പച്ചപ്പുൽച്ചാടി കഴിക്കുന്നു, പച്ചപ്പുൽച്ചാടിയെ കോഴി കഴിക്കുന്നു, കോഴിയെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ കടുവ കഴിക്കുന്നു. അടുത്ത ചെടിയെ കാള കഴിക്കുന്നു, കാളയെ കടുവ കഴിക്കുന്നു. അടുത്തത്
ചെടിയെ മാൻ കഴിക്കുന്നു, മാനിനെ കടുവ കഴിക്കുന്നു. ഇതിലൊക്കെ ലാസ്റ്റ് എവിടെ ചെന്നെത്തുന്നത്? അവസാനത്തെ കണ്ണി കടുവയാണ്. ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? കടുവ ആരൊക്കെയാണ് ആഹാരമാക്കുന്നത്? മാന്, കാട്ടുപോത്ത്, കുറുക്കൻ, കുരങ്ങൻ, ഇങ്ങനത്തെ ജീവികളാണ്. അപ്പോൾ എന്ത് ചെയ്യും? കടുവ ഇല്ലാതായാൽ ഈ പറഞ്ഞ തരം ജീവികളൊക്കെ വർദ്ധിക്കും. മാനുകളുടെ എണ്ണം വർദ്ധിച്ചാൽ, എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? മാൻ എന്താ കഴിക്കുക? ഇലകൾ, ചെടികൾ, പുല്ലുകൾ, ഇവയൊക്കെ എന്ത് ചെയ്യും? മാനുകൾ തിന്ന് തീർക്കും. മാനുകളുടെ എണ്ണം കൂടുന്തോറും എന്ത് ചെയ്യും? പുല്ലുകളും ചെടികളൊക്കെ മാനുകളെല്ലാം തിന്ന് തീർക്കും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഓരോ ജീവിയും കൂടും തോറും കുറയും തോറും മറ്റു ജീവികളെ അത് ബാധിക്കും. ഇതാ ഇവിടെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് കടുവ സംരക്ഷണം? എന്തുകൊണ്ടായിരിക്കും? കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? പെരിയാറാണ് കേട്ടോ. ഏക ലയൺ സഫാരി പാർക്ക് തിരുവനന്തപുരം നെയ്യാറാണ്. ദിനാചരണ ക്വിസ് വീഡിയോകളും ജനറൽ നോളജൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതെല്ലാവരും പോയി കാണുക കേട്ടോ. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥിതിയിൽ സസ്യാഹാരിയുടെയും മാംസാഹാരിയുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെ ജീവികൾക്കും പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്കു പകരം അതേ ധർമ്മം നിർവഹിക്കുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. ആഹാര ശൃംഖലയിലെ താഴെ ഉള്ള ജീവിവർഗങ്ങൾക്ക് പകരം ധർമ്മം നയിക്കുന്ന മറ്റു ജീവികളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണമായിട്ട് ഇപ്പോൾ എലികളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ എലികളെ പിടിക്കാൻ പൂച്ചകളുണ്ട്. പൂച്ചകളുടെ എണ്ണം കുറവാണെങ്കിൽ അതിന് പകരം പാമ്പുകൾ, പരുന്ത്, അങ്ങനെ പകരത്തിന് വേറെ ജീവികളുണ്ട്. പക്ഷേ കടുവ, സിംഹം, പുലി എന്നീ ജീവികൾ കുറച്ചേ ഉള്ളൂ. മറ്റുള്ള ജീവികളെപ്പോലെ കൂടുതലില്ല. ഇവരില്ലാതായാൽ എന്തു ചെയ്യും? മാനുകളുടെയും കുറുക്കന്മാരുടെയൊക്കെ എണ്ണം കൂടി വരും. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെ സസ്യബുക്കുകൾ എന്ന് പറയുന്നു. മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവികളാണ് മാംസബുക്കുകൾ. സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികളാണ് മിശ്രബുക്കുകൾ. അടുത്ത ടോപ്പിക്കാണ് അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഈ ആഫ്രിക്കൻ മുഷിയെ ആഹാരമാക്കുന്ന ജീവികളൊന്നും നമ്മുടെ ജലാശയങ്ങളിലില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ജലാശയങ്ങളിലെ ചെറുമീനുകളെ അവ ആഹാരമാക്കി അവ വർദ്ധിക്കും. ഇവർ വളർന്നങ്ങ് പെരുകും. ഇവരെ കഴിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഇവർ മാത്രമാവും പിന്നെ വെള്ളത്തിലുള്ളത്. ഇങ്ങനെയുള്ള അധിനിവേശ ജന്തുക്കളോ സസ്യങ്ങളോ നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ പ്രദേശത്തുണ്ടോ? കണ്ടെത്താനാണ് പറയുന്നത്. ആഹാരബന്ധം, ആഹാര ശൃംഖലാജാലം. ഇവിടെ കുറേ ആഹാര ശൃംഖലകൾ കൊടുത്തിട്ടുണ്ട്. കുറേ ആഹാര ശൃംഖലകൾ ചേർന്നതാണ് ആഹാര ശൃംഖലാജാലം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. കുറേ ഫുഡ് ചെയിനുകൾ കൂടിയതാണ്, ആഹാര ശൃംഖലകൾ കൂടിയതാണ് ഫുഡ് വെബ് അല്ലേ, ആഹാര ശൃംഖലാജാലം എന്നത്. പലതരം ആഹാര ബന്ധങ്ങളുണ്ട് ഈ ചിത്രത്തിൽ അല്ലേ. ആദ്യം ഗ്രാസ്, പുല്ലിനെ പുഴു കഴിക്കുന്നു, പുഴുവിനെ കോഴി കഴിക്കുന്നു, കോഴിനെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ കഴുകൻ കഴിക്കുന്നു. അടുത്ത ആഹാരബന്ധം ചെടിയെ അണ്ണാൻ കഴിക്കുന്നു, അണ്ണാനെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ കഴുകൻ കഴിക്കുന്നു. അടുത്തത് ചെടിയെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു, തവളയെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ കഴുകൻ കഴിക്കുന്നു. ഇങ്ങനെ എത്ര ശ്രേണികളുണ്ട് ഈ ചിത്രത്തിൽ? ഇതാണ് ആഹാര ശൃംഖല അല്ലേ. കുറേ ആഹാര ശൃംഖലകളുള്ളൊരു ചിത്രമാണ് നമ്മൾ മുകളിൽ കണ്ടത്. അതിലത്തെ ഈ ഒരു ശ്രേണിയെയാണ് ആഹാര ശൃംഖല എന്നറിയപ്പെടുന്നത്. ഇതിൽ എത്ര ആഹാര ശൃംഖലകളുണ്ട് അതൊക്കെ നമ്പറിട്ട് എഴുതി വെക്കണം കേട്ടോ നോട്ട് ബുക്ക്. പറയുന്നത് തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തെ കണ്ണി പുല്ല്, അവസാനത്തെ കണ്ണി, നമ്മൾ ഈ ചിത്രത്തിലെ അവസാനത്തെ കണ്ണി ആരായിരുന്നു? കഴുകനാണ്. അടുത്തത് എന്ത് ചെയ്താ? ഒന്നാമത്തെ കണ്ണി പുല്ല്, അവസാനത്തെ കണ്ണി മാൻ, എഴുതിക്കൂടെ? അടുത്തത് ചെടി, അവസാനത്തെ കണ്ണി കടുവ.
നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൽ ഒന്നാമത്തെ കണ്ണി പുല്ല്, ചെടി, മരം ഇവയായിരിക്കും. അവസാനത്തെ കണ്ണി കുറച്ച് വലിയ ജീവികളായിരിക്കും. എല്ലാത്തിനും തുടക്കം കുറിക്കുന്നത് ആരാണ്? ഒന്നാമത്തെ കണ്ണി ആരാണ്? പുല്ല്, അല്ലെങ്കിൽ ചെടി, അല്ലെങ്കിൽ മരം, അല്ലേ? എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏതു ജീവി വിഭാഗത്തിൽ നിന്നാണ്? അവയുടെ നിലനിൽപ്പിനും ആഹാരം ആവശ്യമില്ലേ? അവർക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത് ആദ്യത്തെ കണ്ണി അല്ലേ, സസ്യങ്ങളാണ്. ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. മക്കളെ, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ലേ? ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗവും ഹിന്ദിയും ഇംഗ്ലീഷും അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. Please like and subscribe.